നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിന് അച്ചുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്താണ് രണ്ടു മൂന്ന് പൂവാലന്മാര്, രണ്ടു മൂന്ന് ചെറുപ്പക്കാരാ. അവന്മാരെന്ത് ചെയ്തു, അച്ചുവിനെയും പല്ലവിനെയൊക്കെ ശല്യപ്പെടുത്തുന്നുണ്ട്. പോരാത്തേന് അച്ഛന്റെ പല്ലവിയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഈ സമയത്ത് പല്ലവിക്ക് നല്ല ദേഷ്യമായി. അതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലോ. ഒന്നുമില്ലെങ്കിലും താനൊരു കോളേജ് ലെക്ചറാണ്, ഇവന്മാരെ പോലെയുള്ള എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്ന. പെട്ടെന്ന് പല്ലവി എന്ത് ചെയ്തു, അതിലൊരുത്തന്റെ കയ്യിലിരുന്ന ഫോണും കൂടി പിടിച്ചു വാങ്ങി. ആ വീഡിയോ എടുത്തെന്ന് കരുതുന്ന ഫോണും കൂടി പിടിച്ചു വാങ്ങുവാണ്. അപ്പോഴേക്കും അവന്മാർ കുറെ വെല്ലുവിളികളൊക്കെ നടത്തി. പക്ഷെ അങ്ങനെയൊന്നും വെറുതെ വിടാനായിട്ട് പല്ലവി ഉദ്ദേശിച്ചില്ല. പല്ലവി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ആ ഫോണിന്റെ യഥാർത്ഥ ഉടമയായ ഒരു ചെറങ്കൊച്ചുണ്ടായിരുന്നു. അവനാണ് ആകെപ്പാടെ പേടിയായിരുന്നു. അല്ലെങ്കിൽ അവൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഇതിനൊന്നും പോവണ്ട, എന്റെ അമ്മ മേടിച്ചു തന്ന ഫോണാ, എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും, എന്നെ പിന്നെ വീട്ടിൽ പോലും കേട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കില് മറ്റവന്മാരെന്ത് ചെയ്തു, അതൊന്നും കേട്ടുപോലില്ല. കാരണം ഇവന്റെ ഇത്ര നല്ല ഫോണുള്ളേ, ആ ഫോൺ മേടിച്ചിട്ടാണ് ഇവന്മാർ ഈ കോപ്രായം കാണിച്ചു കൂട്ടി വെച്ചേ. അങ്ങനെ പല്ലവി ഫോണും കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അവൻ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ ചേച്ചി, ഈ ഫോൺ കൊണ്ടുപോകരുത്, ഇതെന്റെ അമ്മ വാങ്ങി തന്ന ഫോണാ, ഞാൻ ഇവന്മാരോട് ആകുന്ന പറഞ്ഞ ഇങ്ങനെ ഇതൊന്നും വേണ്ടാന്ന്. ഇനി കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. നിങ്ങള് മര്യാദയാണ് മര്യാദ. ആദ്യം ഞങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളോട് സംസാരിച്ചല്ലേ, പക്ഷെ എങ്കിലോ അതുകൊണ്ട് ഫോൺ തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞു, എടാ നിനക്ക് നാണം ഉണ്ടോ അവളുടെ കാലേ പോയി വീഴാനായിട്ട്, അവള് ഫോണും കൊണ്ട് പോയി എവിടം വരെ പോകും നമുക്ക് നോക്കാന്ന് പറയണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, കാണിച്ചു തരാം നിന്നൊക്കെ എന്ന് പറയണം. അച്ഛനോട് പറഞ്ഞു, ബാ അച്ചു എന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യെ പിടിച്ചു വലിച്ചോടും കൂടെ പോകുമ്പോഴത്തേനും അവന്മാര് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുകയാണ്. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. ഈ സമയത്ത് ആ ഫോണിന്റെ ഉടമയായ ചെറുക്കന് ഭയങ്കര സങ്കടവും ദേഷ്യമായി. അവൻ പാഞ്ഞു എന്ന് അവരുടെ അടുത്ത് നിന്നിട്ട്, നീയൊക്കെ എന്ത് പരിപാടിയാടാ കാണിച്ചേ, എനിക്ക് എന്റെ ഫോൺ കിട്ടിയേ മതിയാവുള്ളൂ, ഇതില്ലാതെ എനിക്ക് വീട്ടിലേക്ക് എല്ലാം പറ്റില്ല, എന്റെ അമ്മ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വാങ്ങി തന്ന ഫോണാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ദേഷ്യപ്പെട്ടു. നിന്നോടൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്ക് പോരുമെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? എടാ നീ ഒന്ന് സമാധാനപ്പെട്, ഫോണല്ലേ അത് നമുക്ക് വാങ്ങിക്കാം, നമുക്ക് അവരുടെ പിന്നാലെ പോവാന്ന് പറയണ. ഇനി പിന്നാലെ പോയിട്ട് അത് വേറെ തല്ലി വാങ്ങിക്കാനാണോ, നീ വാടാ എന്ന് പറഞ്ഞു. പിന്നീട് അച്ചുവിന്റെ പല്ലവിയുടെ പിന്നാലെ അവര് പോയി. ഫോണ് എങ്ങനെയും വാങ്ങിച്ചെടുക്കണമല്ലോ. ഈ സമയത്ത് അച്ചുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പല്ലവിയുടെ അച്ചു പറഞ്ഞു, ഇനിയിപ്പോ അവന്മാര് വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട്? പ്രശ്നം എന്തുണ്ടാക്കിയാലും നമ്മളെ അത് ബാധിക്കുന്ന കാര്യമില്ല, ഇങ്ങോട്ടേക്ക് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവര് വീട്ടിലേക്ക് കയറി ചെന്നപ്പോ സേതു ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. സേതു വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ രണ്ടുപേരുടെ മുഖം എന്തോ വല്ലാതിരിക്കണേ, എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അത് പിന്നെ ക്ഷേത്രത്തിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയണ. എന്താ പല്ലവി, എന്താ കാര്യം? പല്ലവി പിന്നീട് കാര്യങ്ങളൊക്കെ പറയണ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞു, എന്നിട്ട് ആ ഫോൺ എന്തിയെ ഇതേന്ന് പറഞ്ഞ ഫോൺ നിങ്ങളടുത്ത് കാണിക്കുവാണ്. അപ്പോഴേക്കും സേതു നല്ല കാര്യമായി, വരട്ടെ, ഫോണും ചോദിച്ചോണ്ട് അവന്മാർ ഇങ്ങോട്ടേക്ക് വരട്ടെ, ബാക്കി നമുക്ക് കാണാം എന്ന് പറയണ. നിങ്ങൾ കയറിപ്പോയിക്കോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഋതുവിനെ കൂട്ടിക്കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരിക. ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. ഋതുവിനല്ലേ അറിയത്തുള്ളൂ കാണാൻ പോകുന്ന പൂരം എന്താന്ന്. അങ്ങനെ പോരുന്ന വഴിക്ക് ഇന്ദ്രൻ പറഞ്ഞു, ഓ ഞാൻ എത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ, ഇത് വലിയൊരു സർപ്രൈസ് തന്നെ ആയി. ഋതു പറഞ്ഞു, ഇനി എന്തൊക്കെ സർപ്രൈസ് ജിത്ത് കാണാനുണ്ട്, കാണാൻ പോകുന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വരുവാണ്. വരണ സമയത്ത് രാജലക്ഷ്മി ഉണ്ടായിരുന്നു. രാജലക്ഷ്മി ഒരു നിമിഷം ഞെട്ടിപ്പോയി. രാജലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിന് ഓടിച്ചിട്ട് പറഞ്ഞു, അയ്യോ മോളോ, അയ്യോ ഇതെന്താ പറ്റി ഇന്ദ്ര, മോൾ ഇങ്ങോട്ടേക്ക് വന്നാണോ എന്നൊക്കെ ചോദിച്ചു. അതെ, ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. താമസിക്കാൻ വേണ്ടിയോ? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ മോൾ അകത്തേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അകത്ത് കയറി ഇരുന്നിട്ട് പറഞ്ഞു, അല്ല മോൾക്ക് കുടിക്കാൻ ചായയാണോ കാപ്പി എന്താ വേണ്ട? എനിക്കിപ്പോ തൽക്കാലത്തേക്കൊന്നും വേണ്ട. ഓ അങ്ങനെ എന്നാ മോളുടെ കാര്യം ചെയ്യാം, പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ രാജലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞപ്പോ ഋതു എന്ത് ചെയ്തു, മോളത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ഇന്ദ്രനോട് ചോദിച്ചു, എന്താടാ ഇന്ദ്ര, ഇത് എന്ത് പറ്റി നിന്റെ ഭാര്യയ്ക്ക്? എന്റെ അമ്മ എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ല, എന്നോട് പോണെന്ന് പറഞ്ഞു, ഞാനും കൂടെ കൂട്ടിക്കൊണ്ട് പോന്നു. അല്ല ഇനി അവള് നമുക്കിട്ട് വല്ല പണി തരാൻ വന്നാണോ? പണി തരാനാ അവളാ? അവള് പണിയൊന്നും തരാൻ പോകുന്നില്ല. എന്ത് പണി തരാനായിട്ടാ? ഒരു പണിയും തരാൻ പോകുന്നില്ല.
ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. വീട്ടിലാണെങ്കിൽ ആളില്ലല്ലോ നിർത്തി ഞാൻ ഇരിക്കുമായിരുന്നു പണിയൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. ഒരുത്തിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്, മറ്റേ പാറുവിനെ. അവള് വരുമോന്ന് അറിയത്തില്ല. അവളും കൂടെ വരുവാണെങ്കിൽ രക്ഷപ്പെട്ടു. രണ്ടവളുമാരും കൂടെ കൂടിയിട്ട് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യൂലോ. അത് മാത്രല്ല എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പൂജയും വഴിപാടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണത്തിനും ഞാനിട്ട് ഇഷ ഉണ്ടാറെ വരപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു. അമ്മായിമ്മ പോരെടുക്കാനായിട്ട് ആരും ഇല്ലല്ലോ എന്നത് കരുതിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം. ഇന്ദ്രൻ പറഞ്ഞു, എന്റെ അമ്മേ അവളുടെ അടുത്ത് പോരെടുക്കാൻ ചെന്നിട്ട് അവസാനം അമ്മയ്ക്ക് പണി മേടിച്ച് കെട്ടരുത്. എടാ എനിക്കിട്ട് പണി തരാനൊന്നും ആരും ആയിട്ടില്ല. പിന്നെ ഇവൾമാരെന്ത് ചെയ്യാനാ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് രാജലക്ഷ്മി പറയാ, താൻ വലിയ ആളാ, തന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവരുടെ ഉള്ളില്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനുമാണ് പാറു അങ്ങോട്ടേക്ക് വരുന്നേ. അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. പാറിനെ കണ്ടാൽ ഭയങ്കര സന്തോഷമായി. ബാ പാറു എന്നൊക്കെ പറഞ്ഞു പാറുവിന്റെ കൈ പിടിച്ച് അങ്ങോട്ട് കയറി വരുവാണ്. രണ്ടുപേരും കൂടെ കൂട്ടായിട്ട് അങ്ങോട്ട് കയറി വരുന്ന കാഴ്ച കണ്ടപ്പോ രാജലക്ഷ്മിക്ക് സഹിച്ചില്ല. രാജലക്ഷ്മി വിചാരിച്ചുകൊണ്ടിരുന്നേ പഴയതൊന്നും ആയിരിക്കില്ല, ഇവര് ഫ്രണ്ട്സ് ഒന്നും ആകത്തില്ല എന്ന് കരുതുക. പക്ഷെങ്കില് ഋതുവും പാറുവും കൂടെ സന്തോഷത്തോടെ സംസാരിക്കുന്ന കാണുമ്പോ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ദൈവമേ തനിക്കിട്ട് പണി കിട്ടുവോ. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനും രാജേഷ് പറഞ്ഞു, ആഹാ മോളും വന്നോ? ഞാൻ കരുതി മോള് വരില്ലായിരിക്കും. അപ്പോഴമ്മയല്ലേ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞേ ഇങ്ങോട്ടേക്ക് വരണം, പെട്ടെന്ന് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് അമ്മ വിളിച്ചാ പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ, അതുകൊണ്ടല്ലേ ഞാൻ വന്നേ. അതിനുശേഷം പാറു എന്ത് ചെയ്തു, മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അതേസമയം ഋതു പഠിച്ചു പറഞ്ഞു, അതമ്മേ എനിക്കൊരു ചായ വേണമെന്ന് പറയണം, പാറുവിനും കൂടെ എണ്ണം എടുത്തോളാൻ പറഞ്ഞു. ഞാനാ? അതെ അമ്മ തന്നെ എടുക്കണം എന്ന് പാറുവും പറഞ്ഞു. ഇവളുമാര് രണ്ടും കൂടെ ഒത്തോണ്ട് തനിക്കിട്ടുള്ള പാര പണിയുമാണോ? വന്ന് കേറിയില്ല, അതിനപ്പുറം തുടങ്ങിയല്ലോ. ഒന്നും പറയാനും പറ്റില്ല, ഇപ്പൊ തൽക്കാലത്തേക്കൊന്നും മിണ്ടണ്ട. വിശ്വത്തിനും കൊടുത്താണ് തന്നോട് വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്യത്തില്ലെന്ന്. വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്നൊരു ചിന്ത രാജലക്ഷ്മിയുടെ മനസ്സിലുണ്ടായി. അതേസമയം ആ 3 ചെറുപ്പക്കാരും കൂടെ പൊന്നുമടത്തിലേക്ക് വരുവാണ്. ഫോൺ വാങ്ങണമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് സേതു അവിടെ ഉണ്ടായിരുന്നു. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അമ്മമാർക്കൊരു ടെൻഷനായി, പ്രശ്നമാവുമെന്നൊരു. അങ്ങനെ അമ്മമാരങ്ങോട്ട് കയറി വന്നപ്പോ സേതു ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കുക. അത് ഒരു ഫോൺ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഫോണോ? എന്ത് ഫോണ്? അല്ല ഞങ്ങളുടെ ഫോണ് ഇവിടുത്തെ ചേച്ചിയുടെ കയ്യില്. ഹോ ആ കേസാണല്ലേ. അപ്പോഴേക്കും പല്ലവിയും അച്ചുവൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പല്ലവിക്ക് അമ്മമാരെ കണ്ടപ്പോ നല്ല ദേഷ്യമായി. സേതു ചോദിച്ചു, അതെ ഇവന്മാരാണോ പല്ലവി നീ പറഞ്ഞ ആ കക്ഷികളെന്ന് ചോദിക്കുക. അതെ സേതുട്ടാ, ഇവിടെ തന്നെയാ. എടാ നിന്നെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടിരിക്കുവായിരുന്നു. നീക്ക് ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. നീക്ക് എന്ത് പരിപാടിയാടാ കാണിച്ചേ? മര്യാദയ്ക്ക് റോഡിൽ കൂടെ പോകുന്ന പെൺകുട്ടിക്ക് പോലെ പോലും നീ ഒന്നും വെറുതെ വിടത്തില്ലല്ലേ? അയ്യോ ചേട്ടാ അതൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധോ? ഇതാണ്ട അബദ്ധം എന്നും പറഞ്ഞുകൊണ്ട് അമ്മമാർക്ക് നല്ലത് കൊടുക്കണം. അപ്പോഴേക്കും മറ്റവൻ കറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ അത് എന്റെ ഫോണാ, എനിക്ക് ആ ഫോൺ തിരികെ തരണം. നിന്റെ ഫോണാണ്, നീ എന്തിനാടാ ഇവർക്ക് കൊടുത്തേ? ചേട്ടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ ഉമ്മാരോട് പറഞ്ഞ. അബദ്ധം പറ്റി പോലും. എടാ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മേലെ ചെയ്യരുത്. അവനിട്ടും കൂടെ കൊടുത്തു 4 എണ്ണം. നീയൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? അപ്പോഴേക്കും അവന്റെ സങ്കടമായി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യ, നിന്നെ ഒന്നും ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോഴേക്കും പൂർണിമയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് അവന്മാര് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ആ ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. ആ ചെറുപ്പക്കാരന്റെ അമ്മയാ. അപ്പോഴേക്കും സേതു ആ കോൾ അങ്ങോട്ട് എടുത്തു. പിന്നീട് സേതു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന്റെ ഫോൺ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് ഫോൺ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറയണം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ത് ചെയ്യണം. ആ അമ്മ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പൊന്നുമ്പടത്തിലേക്ക് വരിക. വന്നു കഴിഞ്ഞിട്ട് മകനോട് ചോദിച്ചു, എന്താ കാര്യം? അതമ്മേ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും പറഞ്ഞു, കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് മോനോട്. പിന്നീട് സേതുവിനോടൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്റെ മോന്റെ അബദ്ധം പറ്റിപ്പോയതാ, ആ ഫോൺ തരണം, ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്താന്നൊക്കെ പറയണം. അപ്പോഴേക്കും സേതു പറഞ്ഞു, അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോയാലോ? വഴിയെ കൂടെ പോകുന്ന ഒരു കുട്ടികളെ പോലെ ഇവന്മാരൊന്നും വെറുതെ വിടുന്നില്ല. ഇവ ജോലിയും കൂലി ഇല്ലാതെ വെറുതെ കവലൊക്കെ കയറി ഇരിക്കുക. എന്റെ ഭാര്യയെയും അതുപോലെ തന്നെ എന്റെ പെങ്ങളെവാ ശല്യപ്പെടുത്തി. അതും പോരാഞ്ഞിട്ട് ഫോണിനകത്ത് വീഡിയോ പിടിച്ചിരിക്കുന്നു. ആമയാണെ വല്ലാതെ നിൽക്കുവാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ആ ഫോണും തന്നാ മതി, എന്റെ മോൻ ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതും പറഞ്ഞ് ഫോൺ വാങ്ങിച്ചാൽ അങ്ങോട്ട് പോകും. നാളെ മറ്റൊരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്ന ആര് കണ്ടു? അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു, അത് ശരിയാ, എത്രയും വേണ്ടത് പോലീസിനെ വിളിക്കണം, പോലീസ് വരട്ടെ.
അങ്ങനെ ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അപ്പോഴേക്കും ആ അമ്മ കെഞ്ചിക്കൊണ്ട് പറയാണ്, എന്റെ മോനെ പോലീസിൽ ഏൽപ്പിക്കരുത്, എനിക്ക് ആകെ ഒരു മോനാ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെഞ്ചി. ഈ സമയം പല്ലവി പറഞ്ഞു, സേതുവേട്ടാ ഒരു തവണത്തേക്ക് വിട്ടേരെ, അവര് പോട്ടെ എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, പല്ലവി അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിലോ ഇവന്മാര് വീണ്ടും ഇതുപോലൊക്കെ ചെയ്യില്ലേ, സാരമില്ല സേതുവേട്ടാ പോട്ടെ, ഇനി ഇവന്മാര് ചെയ്യുവാണെ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് ഫോണൊക്കെ കൊടുത്തങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. സേതു പറഞ്ഞു, നിന്നെയൊക്കെ ഇനി വഴിയിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, നിന്നെയൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞു. ഒടുവിൽ അവന്മാര് നാണം കെട്ട് അവിടുന്ന് ഇറങ്ങി പോകണം. തല്ലും പേടിച്ച് നന്നായിട്ട് ചുരുട്ടി കൂട്ടിയായിരുന്നു സേതു. അതേസമയം ഋതുവും പാറും കൂടെ ചില ഗൂഢാലോചനകളൊക്കെ നടത്തുവാണ്. എങ്ങനെ രാജലക്ഷ്മിയെ വീഴിക്കാം, ഉറപ്പായിട്ടും രാജലക്ഷ്മിക്ക് പണി കൊടുത്തേ മതിയാവുള്ളൂ. ഇത്രയും കാലം പാറു ഇവിടെ ഉണ്ടായ സമയത്ത് പാറുവാണ് ജോലികളൊക്കെ ചെയ്തത്. പക്ഷെ ഇനി അങ്ങനെ പോരാ, രാജലക്ഷ്മിയെ കൊണ്ട് തന്നെ പണികളൊക്കെ ചെയ്യിക്കണം. അവരെ വരച്ച വരെ നിർത്തണം. അതുപോലെ തന്നെ ഇന്ത്യനെ അതിനുവേണ്ടി പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.